ജേക്കബ് മോളർ വളർന്നു കഴിഞ്ഞ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ജേക്കബ് മോളറിന്റെ അച്ഛന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ജേക്കബ് മോളറിന്റെ അച്ഛന്റെ മെക്കാനിക്കൽ ഷോപ്പ് കൊണ്ടായിരുന്നു അവരുടെ ഫാമിലി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജേക്കബ് മോളറും തന്റെ സഹോദരനായ അനിയനായ സൈമൺ മോളറും ആയിരുന്നു ആ ഒരു ഫാമിലിയുടെ ഫുൾ ഹോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ജേക്കബ് മോളർ പഠനത്തിലൊക്കെ കുറച്ച് ബാക്കിലായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡന്റ് എങ്ങനെ പഠിക്കുമോ അതിനെക്കാട്ടും കുറവായിരുന്നു ജേക്കബ് മോളർ പഠിച്ചിരുന്നത്. പക്ഷെ എങ്ങനെയൊക്കെയോ പാസ്സായി ജേക്കബ് മോളർ എഞ്ചിനീയറിംഗിന് ചേർന്നു. പക്ഷേ ജേക്കബ് മോളറിന് എഞ്ചിനീയറിംഗിനെക്കാട്ടി ഇഷ്ടം ആനിമേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛൻ അറിയാണ്ട് ലൈബ്രറീസിലും ഫുഡ് ഡെലിവറിയിലും വർക്ക് ചെയ്തിട്ട് അദ്ദേഹം ആനിമേഷൻ കോഴ്സിന് ചേർന്നു. പക്ഷെ എഞ്ചിനീയറിംഗ് കോഴ്സ് അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നു. കാരണം ആനിമേഷൻ പഠിക്കുന്ന ടൈമിൽ എഞ്ചിനീയറിംഗ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബാക്കിലായിരുന്നുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആനിമേഷൻ ഒക്കെ പഠിച്ചു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, അദ്ദേഹത്തിന് ആനിമേഷൻ എന്നുള്ള ആ ഒരു സ്ഥലത്ത് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ജേക്കബ് മോളറിന്റെ പഠനത്തിന് വേണ്ടി, എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ എടുത്തിരുന്ന ലോണും അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്ന കടങ്ങളും എങ്ങനെയെങ്കിലും വീട്ടണമെന്ന് ജേക്കബ് മോളർ ചിന്തിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ചിലപ്പോൾ ജേക്കബ് മോളർ ആരാന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാ നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ അദ്ദേഹം നിർമ്മിച്ച ആ അതുല്യമായിട്ടുള്ള ഗെയിം ഏതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഗെയിമിംഗ് എന്ന ലോകത്തേക്ക് കൊണ്ടുവന്ന ഒരു ഗെയിമാണ് ആ ഗെയിം. അതായത് ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സബ്വേ സർഫേഴ്സ് എന്ന് പറയുന്ന ഗെയിമിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജേക്കബ് മോളറിന്റെ കഥയാണ്. അതോടൊപ്പം സബ്വേ സർഫേഴ്സിന്റെ കഥയും കൂടി ഞാൻ പറയുന്നുണ്ട്. സോ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വീഡിയോക്ക് പോകും. ഡെൻമാർക്കിലെ ഒരു നാഷണൽ ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഗെയിം എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും. ആ സമയത്താണ് അദ്ദേഹം എന്തുകൊണ്ട് എനിക്കൊരു ഗെയിം ഉണ്ടാക്കിക്കൂടാ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്ത് ഫുഡ് ഡെലിവറിക്ക്, പിസ്സ ഡെലിവറിക്ക് ഒക്കെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം പ്രോഗ്രാമിങ്ങിന് ചേരുകയാണ്. പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടി ചേരുകയാണ്. പ്രോഗ്രാമിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം കിലോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. തന്റെ മുറിയിൽ ഒരു മേശയും 2 ചെയറും കൊണ്ടു തുടങ്ങിയ ആ കമ്പനിയെ എല്ലാവരും പരിഹസിക്കുകയായിരുന്നു. തന്റെ ഫാമിലി, തന്റെ ഫ്രണ്ട്സ്, നാട്ടുകാര് എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. പത്രത്തിലൊക്കെ വാർത്ത കൊടുത്തെങ്കിലും, അതായത് ജോലിക്കായി ആൾക്കാരെ ആവശ്യമുണ്ട്, അതായത് സ്റ്റാഫുകളെ ആവശ്യമുണ്ടെന്ന് ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിലും ആരും തന്റെ കമ്പനിയിലേക്ക് വന്നില്ല. ചെറിയ ചെറിയ ഗെയിമിംഗ് കോൺസോൾസും ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും ഉണ്ടാക്കി വലിയ വലിയ കമ്പനികളെ ഇംപ്രസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ എല്ലാത്തിന്റെയും റിസൾട്ട് എന്ന് പറയുന്നത് നിരാശയായിരുന്നു. ഒരു കമ്പനീസും അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ഗെയിമിംഗ് കോൺസോൾസോ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസോ അക്സെപ്റ്റ് ചെയ്തില്ല. അവസാനം തന്റെ സഹോദരനായ സൈമൺ മോളറിന്റെ ഒപ്പം അദ്ദേഹം ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാണ്. ആ ഗെയിം നോക്കിയ മൊബൈൽ ചലഞ്ചിൽ ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഗെയിം പെട്ടെന്ന് തന്നെ ആൾക്കാർക്കിടയിൽ അട്രാക്ഷൻ ഉണ്ടാക്കിയാണ്. പക്ഷെ എങ്കിലും ആ ഗെയിമിന് ആ സമയത്തുണ്ടായിരുന്ന വലിയ വലിയ ഗെയിമിംഗ് കമ്പനികളുമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിലോ എന്ന് പറയുന്ന കമ്പനി വളർത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത ലോണിന്റെ എല്ലാം കടം തീർക്കുന്നതിനായിട്ട് ആ കമ്പനിയുടെ 21% ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എഴുതി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ ജേക്കബ് മോളറിന്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അതായത് തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ആ കമ്പനിയുടെ 75% വീണ്ടും എഴുതി കൊടുക്കേണ്ടി വന്നിരുന്നു ജേക്കബ് മോളറിന്. ആ സമയത്തും ഒട്ടും നിരാശപ്പെടാതെ അദ്ദേഹം തന്റെ ഗെയിമിംഗ് കോൺസോൾസും ആപ്ലിക്കേഷൻസുമായി വീടുകൾ തോറും കയറി ഇറങ്ങുകയായിരുന്നു. ഒരു ദിവസം ജീവിതത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. 2006 ലെഗോ എന്ന് പറയുന്ന കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. പിന്നീട് 2007 വൊക്കെമോൾ എന്ന് പറയുന്ന ഒരു ഗെയിം കൂടി അദ്ദേഹം ഉണ്ടാക്കി. അത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു മാർക്കറ്റിൽ ഇടം പിടിച്ചത്. ആ വർഷത്തെ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗെയിംസിൽ ഈ ഗെയിം ഉണ്ടായിരുന്നു. പിന്നീട് 2012 മെയ് 24 സബ്വേ സർഫേഴ്സ് റിലീസായത്. ആദ്യം iOSലും പിന്നെ ആൻഡ്രോയിഡിലുമാണ് ഗെയിം റിലീസായത്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സബ്വേ സർഫേഴ്സിന് പെട്ടെന്ന് തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് പിടിച്ചടക്കാൻ കഴിഞ്ഞു. 2017 ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഗെയിമായി സബ്വേ സർഫേഴ്സ് മാറിയിരുന്നു. 2018 1 ബില്യണിലധികം ആളുകളാണ് സബ്വേ സർഫേഴ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത്. അതേ വർഷം തന്നെ 2018 തന്നെ 2 ബില്യൺ പ്ലസ് ആളുകൾ ഡൗൺലോഡ് ചെയ്തിരുന്ന ഒരു അതുല്യ ഗെയിമായി സബ്വേ സർഫേഴ്സ് മാറിയിരുന്നു. 2019 iOSൽ 2.7 ബില്യൺ ഡൗൺലോഡുകൾ കഴിയാനുള്ള ഏക ഗെയിമായി നമ്മുടെ സബ്വേ സർഫേഴ്സ് മാറിയിരുന്നു. അങ്ങനെ ജേക്കബ് മോളറിന്റെ കരിയർ സക്സസ് ആയി. ഇതൊരു ഗെയിം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിന്റെ സ്റ്റോറി എന്നതിലുപരി ഒരു മോട്ടിവേഷണൽ സ്റ്റോറി കൂടിയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.